ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ഫെസ്റ്റ് സന്ദർശിക്കുവാനും ബോട്ടിൽ കയറുവാനും ധാരാളം പേരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ബോട്ട് യാത്രയ്ക്കൊപ്പം കലാപരിപാടികളും കോഴിക്കോടിന്റെ തനത് രുചികളും ആസ്വദിക്കാം. കോഴിക്കോട് ബേപ്പൂർ നിവാസികൾ ഫെസ്റ്റിവൽ മൂഡിലാണ്. പാട്ടും നൃത്തവും വിശേഷങ്ങളുമായി ആഘോഷത്തിലാണ് ബേപ്പൂരുകാർ. അക്ഷരാർത്ഥത്തിൽ ജലമാമാങ്കമാണ് ബേപ്പൂരിൽ നടക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ബോട്ട് യാത്ര ആസ്വദിക്കുകയും ഒപ്പം കോഴിക്കോടിന്റെ രുചിവൈവിധ്യവും ആസ്വദിക്കുകയാണ് ലക്ഷ്യം. 5ാം വർഷവും ജനപ്രവാഹമാണ് ഇവിടെ. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ ജനങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കുവാനും ടൂറിസം ഭൂപടത്തിൽ ബേപ്പൂരിന്റെ സ്ഥാനം ഉറപ്പിക്കുവാനും വാട്ടർ ഫെസ്റ്റ് കാരണമായതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ പുതുതായി വികസിച്ച വേദികൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ, ഫറൂഖ് പുതിയ പാലത്തിന്റെ വി പാർക്ക്, റഹ്മാൻ ബസാറിലെ അബ്ദുറഹ്മാൻ പാർക്ക് ഉൾപ്പെടെ നേരത്തെയുള്ള ഓഷ്യാനിസ് ചാലിയവും ബേപ്പൂർ മറീനയും അടങ്ങിയ കേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെ ഫെസ്റ്റ് നടത്തണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ തീരുമാനം ശരിവെക്കുന്ന നിലയിലേക്ക് ഫെസ്റ്റിന്റെ ജനകീയ പങ്കാളിത്തം മാറിയതിന് നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഫെസ്റ്റ് കാണാനെത്തിയ ജനങ്ങളും ഹാപ്പിയാണ്. ഓരോ സീസൺ കൂട്ടിടത്തോളം ഭയങ്കര അടിപൊളിയായിട്ടാണ് പോണതല്ലോ. നമ്മളെ ബേപ്പൂരല്ല എന്തായാലും, അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് വർഷമായില്ല, ഇപ്പോൾ 5ാമത്തെ വർഷമാണ് ഈ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. അടിപൊളിയായിരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സ് ബാലൻസ് ഒക്കെ ആയിട്ട് അടിപൊളിയായി ഇഷ്ടമായി, എല്ലാ പരിപാടിയും ഇഷ്ടമായി. ഫെസ്റ്റ് ജനങ്ങൾ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തുവെന്ന് ഇവിടുത്തെ തിരക്ക് കണ്ടാൽ നിസ്സംശയം പറയാം. കൈരളി ന്യൂസ്, കോഴിക്കോട്.